ഇറാനിലെ ഷിയായിസത്തിന്റെ പേരിലാണോ ഇസ്രായേൽ ബോംബിടാൻ പോയത്? ഇറാനിൽ കഴിയുന്നത് ഷിയാക്കളാണ്. അവർ അഹ്ലുസുന്നക്കെതിരാണ്. അഹ്ലുസുന്നക്കെതിരാണ്, പൊതുവായ മുസ്ലിമീങ്ങൾക്കെതിരാണവർ. എതിരെന്ന് പറയാൻ കഴിയില്ല, അവർ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നവരാണ്. അവർ കുഴപ്പക്കാരാണ്. അതുകൊണ്ട് അവരെ നശിപ്പിക്കണം എന്ന് കരുതിയിട്ടല്ല ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ബോംബിടാൻ പോയത്. അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, മതപരമായ ലക്ഷ്യം. ഇന്ത്യയും പാകിസ്ഥാനും നടന്ന യുദ്ധം ദിവസങ്ങൾക്കകം കെട്ടടങ്ങും. രണ്ട് കൊറിയകൾ തമ്മിലുള്ള യുദ്ധം കുറച്ച് ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ, 1 മാസം 2 മാസം 1 വർഷം 2 വർഷം, അവസാനം യുക്രൈനും റഷ്യയും നടക്കുന്ന യുദ്ധവും അധികം താമസിയാതെ അത് കെട്ടടങ്ങും. എന്നാൽ ലോകാവസാനം വരെ, ദജ്ജാൽ വരുന്ന കാലം വരെയും കെട്ടടങ്ങാത്തൊരു യുദ്ധമുണ്ടെങ്കിൽ ആ യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം. ഫലസ്തീനികളും ഇസ്രായേലികളും തമ്മിൽ നടക്കുന്ന യുദ്ധം ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. എന്ത് കാരണം? അതിന്റെ കാരണം? അങ്ങനെ ലോകാവസാനം വരെയും ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല, ആവശ്യപ്പെടുന്നുമില്ല. അതിനുവേണ്ടി ഒരു തരത്തിൽ അവർ പരിശ്രമിക്കുന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്നും അത് ഒരു ദിവസം പോലും യുദ്ധമില്ലാത്ത ദിവസം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അതാണ് ഇസ്രായേലി പൊളിറ്റിക്കൽ സിയോണിസം. പൊളിറ്റിക്കൽ സിയോണിസത്തിന്റെ ലക്ഷ്യം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല എന്നതാണ്. ഈ യുദ്ധത്തിൽ ആരെയെല്ലാം കൂടെ ചേർക്കാൻ പറ്റും അവരെല്ലാവരും കൂടെ നിർത്തണം എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? മതപരമായ ലക്ഷ്യമാണ്, വിശ്വാസപരമായ ലക്ഷ്യമാണ്. അവിടെ വിശ്വാസമാണ്, രാഷ്ട്രീയമല്ല. വിശ്വാസത്തിൽ ഊന്നിയ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ സിയോണിസമാണ്. പൊളിറ്റിക്കൽ സിയോണിസം എന്നത് ജൂത സമൂഹത്തിന്റെ സ്വതന്ത്രമായ ഒരു രാജ്യ നിർമ്മിതിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിയോണിസം. 1887 തിയഡോർ ഹെർസൽ എന്ന ഒരു ജൂതന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഈ സിയോണിസം, ആ സിയോണിസത്തിന്റെ ലക്ഷ്യം പൊളിറ്റിക്കൽ സിയോണിസമാണ്. പൊളിറ്റിക്കൽ സിയോണിസത്തിന്റെ ലക്ഷ്യം പുണ്യമായ മദീന ത്വയ്യിബ, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ശറഫായ മദീന, പരിശുദ്ധമായ മക്ക ഹറം, മുസ്ലിം ഉമ്മത്തിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ആതിഥേയത്വം നൽകിയ പുണ്യമായ അറബ് നാടുകളിലെ വിശുദ്ധമായ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഴുവനും ചവിട്ടി മെതിക്കപ്പെട്ട് ചവറുകുനകൾ പോലെ മാറ്റപ്പെടുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേലിന്റെ സ്ഥാപിതമാണ്. അതാണ് അവരുടെ ലക്ഷ്യം.